ഹലോ, ക്യൂൻ ഓഫ് ലവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ. നാട്ടിൽ തന്നെയാണുള്ളത്. 2 ആഴ്ചയും കൂടി ഉണ്ട് അവധി തീരാനായിട്ട്. ഏതായാലും ഇത്രയും ദിവസം എത്ര പെട്ടെന്ന് പോയെന്ന് ചോദിച്ചൊന്നും പറയണ്ട. ഏതായാലും പിന്നെ കുറച്ച് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ലൈവ് നടത്താത്തത്, അവർക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നു എന്നൊക്കെ. കാരണം ഞാനത് മനഃപൂർവ്വം നടത്താത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നെറ്റിൻ്റെ വളരെ കാര്യമായ പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ ലൈവ് നടത്തിയാലും അത് ഒട്ടും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് ലൈവ് ഇങ്ങനെ എൻഡ് ചെയ്യുക. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലൈവ് നടത്താത്തത്. വേറെ ഒന്നും കൊണ്ടല്ല, ആരും ഒന്നും വിചാരിക്കരുത്. ഞാൻ എത്രയും വേഗം ലൈവൊക്കെ നടത്തുന്നതായിരിക്കും. തിരിച്ച് ഉൾവറകെ എത്തിക്കഴിഞ്ഞിട്ട് ഇപ്പം 2 ആഴ്ചയും കൂടെ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നലെ ഷിജോയുടെ ഇളയ ചേച്ചിയുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അത് നമ്മുടെ നീലേശ്വരമൊക്കെ അടുത്തായിട്ട് വരും. കാഞ്ഞിരപ്പൊയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ വന്നേച്ചിട്ട് സത്യം പറഞ്ഞാൽ എവിടെയും പോയില്ല കേട്ടോ. എവിടെയും വെച്ചാൽ ഇങ്ങനെ ബന്ധുക്കളുടെ വീട്ടിൽ എവിടെയും പോയിട്ടില്ലായിരുന്നു. അപ്പം പെയിൻ്റടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് പയ്യെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ അവരുടെ വീടിൻ്റെ ആ ഒരു സ്റ്റോപ്പിലെത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു ഇച്ചിരി ചായ എല്ലാം കുടിക്കാം, ചായയും എന്തെങ്കിലും ചെറുകടിയും കഴിക്കാമെന്ന് പറഞ്ഞ് ഒരു ചായക്കട കയറുന്നതാണ് കേട്ടോ. രാവിലെ ചെറുതായിട്ട് കഴിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ഒരു ചായയും ചെറുകടിയും കഴിച്ച് സുഖിയനായിരുന്നു കേട്ടോ. കഴിച്ച് ചാച്ചനും അമ്മയാണ് കേട്ടോ ഇത്. ചാച്ചനും അമ്മേനെയും ഇങ്ങനെ നാട്ടിൽ വരുമ്പോഴൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഇതൊക്കെയാണെങ്കിലും പിന്നീടൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ലൊരു മെമ്മറീസ് അല്ലേ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജെയ്ഡിന് ജ്യൂസ് വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ്. അവന് ജ്യൂസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഷിജ പറഞ്ഞു ഫ്രഷ് ലൈം മേടിച്ച് തരാം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു അത് മേടിച്ചു കൊടുത്തില്ല കേട്ടോ. അങ്ങനെ ഒക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ. പിന്നെ വേറെ എന്നാണ്, എല്ലാവരും സുഖമൊക്കെ ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം എൻ്റെ ഈ വീഡിയോസൊക്കെ പുതുതായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മറ്റ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് അമർത്തി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് അടിപൊളി ചായയായിരുന്നു. ഏതായാലും നമുക്ക് ഈ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ചായ ഒരു പ്രത്യേക രുചിയല്ലേ. ഇത് ആ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചില സമയത്ത് തട്ടുകടയിൽ എല്ലാ ചായക്കടയിലൊന്നും അങ്ങനെ ഒത്തു കിട്ടത്തില്ല. പക്ഷേ ഇന്നലെ കുടിച്ച ആ ചായ അടിപൊളിയായിരുന്നു. ഞാൻ പിന്നെ സുഖിയനാണ് മേടിച്ചത്. എനിക്ക് പൊതുവേ സുഖിയനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഈ ചില കടകളിലൊക്കെ കടലയും മിച്ചറിൻ്റെ ആ ഒരു സംഭവമൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് സുഖിയൻ ഉണ്ടാക്കുന്നത്. പക്ഷേ അതൊന്നും എനിക്കിഷ്ടമല്ല. പ്ലെയിൻ ചെറുപയർ മാത്രം അങ്ങനത്തെ സാധാ സുഖിയനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല സുഖിയനായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും സുഖിയൻ തന്നെയാണ് കേട്ടോ മേടിച്ച് കഴിച്ചത്. അങ്ങനെ അതെല്ലാം കഴിച്ചു. ഈ പിള്ളേരൊന്നും കഴിച്ചില്ല കേട്ടോ. അവരാകെ കുടിച്ചത് ഫ്രഷ് ലൈമാണ്. 2 പേർക്കും ഒരു ഗ്ലാസ്സിൽ 2 പേരും കൂടെ കുടിച്ചു. വലിയ ഗ്ലാസ് ആയതുകൊണ്ട് 2 പേർക്കും അത് ധാരാളം മതിയായിരുന്നു കേട്ടോ. അങ്ങനെ 2 പേരും ഷെയർ ചെയ്ത് അപ്പോഴത്തേക്കും ഒരു സ്ട്രോയും കൂടെ അവിടെയുള്ള ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ മേടിച്ച് കൊടുത്തു. 2 പേരും മാറി കുടിച്ചു. അങ്ങനെ ലൈം കുടിച്ചാൽ തന്നെ വയറ് നിറയാൻ മാത്രം ഉണ്ട് കേട്ടോ. അത്രയും വലിയ ഗ്ലാസ്സും ആണ്. ആയാലും അതങ്ങനെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോകാനായിട്ട് ഇങ്ങനെ വണ്ടിയിൽ കയറുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്നാ പറയണ്ടേ, ഞാൻ വിചാരിച്ചതാണ് കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന്. പക്ഷെ അതൊന്നും നടന്നില്ല. ഒരാഴ്ചയല്ല 2 ആഴ്ച പെയിൻ്റടിയുടെ പുറകെ ആയതുകൊണ്ട് നമുക്ക് അതിനുള്ളൊരു സമയം കിട്ടത്തില്ല. ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ വീഡിയോസ് കുറഞ്ഞു പോയി. ഒരു 7 ദിവസത്തിന് മേലെയായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട്. അപ്പം ഇന്നെങ്ങനെയും ഒരു വീഡിയോ രാവിലെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഇടണം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ റെഡിയായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എല്ലാ ചാച്ചനും അമ്മയും ചായയും കടിയും കൊടുത്തു കഴിഞ്ഞ ശേഷം വേഗം അതിനായിട്ട് ഇരുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, കടയിൽ നിന്ന് ഇറങ്ങി നേരെ വണ്ടി കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ വണ്ടി നിർത്തിയിട്ടടുത്തായിരുന്നില്ല ചായക്കട ഉണ്ടായിരുന്നത്. കുറച്ചിങ്ങനെ നടക്കണം. നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നീലേശ്വരത്തിന് അടുത്തായിട്ട് വരും.
വണ്ടി വീടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങാത്തത് കൊണ്ട് ഞങ്ങൾ മേലെ വെച്ചിട്ട് താഴോട്ടിറങ്ങി നടക്കുകയാണ് കേട്ടോ. കുത്തനെ ഇറക്കമാണ്. എല്ലാവരും പയ്യെ പയ്യെ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇറക്കമായതുകൊണ്ട് അമ്മ വടിയൊക്കെ കുത്തി പിടിച്ചാണ് ഇറങ്ങുന്നത്. ചാച്ചൻ ബാലൻസ് ചെയ്ത് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ചാച്ചൻ വടിയൊന്നും എടുത്തിട്ടില്ല. പിന്നെ അവരിടയ്ക്ക് ഇവിടെ വരുന്നത് കൊണ്ട് അവർക്ക് വഴി നല്ല നിശ്ചയമാണ് കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും മഴയൊക്കെ പെയ്തതുകൊണ്ട് ചെറുതായിട്ട് തെന്നലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എല്ലാവരും ചാടിത്തുള്ളി ഇങ്ങനെ ഇറങ്ങി കേട്ടോ. തിരിച്ച് കയറുമ്പോഴാണ് ഒരു മടുപ്പ് തോന്നുക. ഇറക്കം പിന്നെ നമുക്ക് സുഖമായിട്ട് ഇറങ്ങി വരാമല്ലോ. അപ്പം ഞാൻ മേലേന്ന് വീഡിയോ എടുത്ത് വരുന്നത് താഴേന്ന് ചേച്ചി കണ്ടു കേട്ടോ. അതുകൊണ്ട് ചേച്ചി അതിനനുസരിച്ച് പ്രിപ്പയർ ആയിട്ടാണ് ഇരുന്നത്. എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു വീഡിയോയിൽ നിങ്ങൾ ഉൾപ്പെടുത്തരുതേ എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവരെ ചേച്ചിയുടെ പെങ്ങളെയും അവരുടെ വീട്ടുകാരെയും ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പം ജസ്റ്റ് വീട്ടിലോട്ട് ഇറങ്ങി ചെല്ലുന്ന ആ ഒരു ഭാഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് ചേച്ചീനെ പിള്ളേരെയും ചേട്ടനെയും ഒന്നും ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ മൊത്തമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. ഭാഗ്യം കൊണ്ട് വണ്ടി നിർത്തി ഇറങ്ങിയപ്പം വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം അങ്ങ് ഇറങ്ങി പോരാൻ പറ്റി. അപ്പം വീടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇതാണ് വീടിൻ്റെ ഒരു ഭാഗം. തേങ്ങ എല്ലാം പറിച്ച് മുറ്റത്തിട്ടേക്കാണ് കേട്ടോ. അപ്പം നല്ലൊരു വാഗമരമൊക്കെ ഉണ്ട് വീടിൻ്റെ മുറ്റത്ത്. വാഗമരത്തിൻ്റെ പൂവൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞാൻ ഇവിടുത്തെ കുറേ ഞാൻ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് എടുത്ത ഷോർട്സാണ് കേട്ടോ. തോട്ടിൽ പോകുന്നതും പിള്ളേർ തോട്ടിൽ കളിക്കുന്നതൊക്കെ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ വീടിൻ്റെ താഴെയുള്ള ഒരു തോട്ടിൽ നിന്ന് ഞങ്ങൾ അവിടെ പോയി പിള്ളേർ കളിച്ചപ്പോൾ ഞാൻ എടുത്ത ഒരു ഷോർട്സാണ് കേട്ടോ അപ്ലോഡ് ചെയ്തത്. അപ്പം എനിക്ക് ഇത്രയും വീടിൻ്റെ ഭാഗങ്ങളും ഞാൻ ജസ്റ്റ് ഉള്ളോട്ട് കയറി ചെല്ലുന്ന വീടിൻ്റെ ഉള്ളോട്ട് കയറി ചെല്ലുന്ന ആ ഒരു വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതാണ് കേട്ടോ ഷിജോയുടെ നമ്മളെ കളിയൻ എന്ന് പറയുന്നത്. പെങ്ങളുടെ ഹസ്ബൻഡിനെ അളിയൻ എന്നാണ് പറയുന്നത്. ഒരു ഇളയ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ അത്. ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പം ഞങ്ങൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ചെരുപ്പൊക്കെ ഊരി വീടിൻ്റെ ഉള്ളിലോട്ട് കിടക്കുകയാണ് കേട്ടോ. അവർ ജസ്റ്റ് അതായത് ഫ്രണ്ടിലോട്ട് വന്നു, അതായത് ചേച്ചിയും പിള്ളേരും. അപ്പം വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ ഉള്ളിലോട്ട് തിരിച്ചോടി കേട്ടോ. അതുകൊണ്ട് അവർ ഈ വീഡിയോയിലില്ല. വേറെ ഒരു ദിവസം ഞാൻ അവരെ എല്ലാവരെയും അതായത് ചേച്ചീനെയും പിള്ളേരെയും എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പം ഞാൻ അവരെ വിളിച്ച് മുന്നോട്ട് വരുത്തുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കത്തില്ല വരാനൊക്കെ പറഞ്ഞുകൊണ്ട് ചാച്ചനും അമ്മയും ചേട്ടൻ്റെ അടുത്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കുറച്ച് ഭാഗം ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടോ. ഇതാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പം ഓടിയൊരു രംഗമാണ് കേട്ടോ ഇത്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇതേണ്ട ഇങ്ങനെ തോട്ടിലൊക്കെ പോയി കുറേ നേരം കളിച്ചു. അരമണിക്കൂർ തോട്ടിൽ സമയം സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും ചേച്ചി അടിപൊളി ഭക്ഷണം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. നല്ല കുക്കാണ്, നന്നായിട്ട് പാചകം ചെയ്യും ഷിജോയുടെ പെങ്ങൾ ചേച്ചി. അപ്പോൾ നല്ല ചീരക്കറിയും തേങ്ങാപ്പാൽ ഒഴിച്ചതും പിന്നെ പപ്പടവും അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് വയർ നിറച്ചു ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.